അങ്ങനെ ടാസ്കിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഷാനവാസ്, ഗസേൽ, അതുപോലെ തന്നെ നമ്മുടെ ബിൻസി, അതുപോലെ ശൈത്യ, ഈ 4 പേരും പുറത്താണ് കേട്ടോ. 4 പേരും പുറത്തിരിക്കുകയാണ്. 4 പേരും പുറത്ത് ഭയങ്കര മാസ്റ്റർ പ്ലാൻ, അകത്ത് ബാക്കിയുള്ളവരെല്ലാം അതിനേക്കാൾ വലിയ മാസ്റ്റർ പ്ലാൻ. എങ്ങനെ ഷാനവാസിനെ പുറത്താക്കാം എന്നാണ് ഇവർ ആലോചിക്കുന്നത്. കാരണം ഷാനവാസ് സ്ട്രോങ് ആണെന്ന് ഷാനവാസിൻ്റെ കൂടെയുള്ളവർക്ക് അറിയാം. ഷാനവാസ് ഈ കളിക്കുന്ന തമാശയൊന്നും അല്ലെന്ന് ഇവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഷാനവാസിൻ്റെ കൂടെ നിൽക്കുന്നവർ തന്നെ പറയുന്നത് ഷാനവാസിനെ പുറത്താക്കണം. അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള 3 ഗേൾസിൻ്റെ സഹായം തേടണം. കാര്യം ഇന്ന് അവർ കൂടെ കിടക്കുമ്പോൾ, അവർ ഉറക്കം തന്നെ ഉണ്ടല്ലോ, കിടക്കുമ്പോൾ മനസ്സിലാകും ഷാനവാസിൻ്റെ ഉറക്കം എങ്ങനെയാണ്, എത്ര സമയം വരെ ഉറങ്ങും, എങ്ങനെ ആയിരിക്കും ഉറങ്ങുന്നത് എന്നൊക്കെ രീതി ഇവർക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് ഇവരെ നമ്മുടെ വലയ്ക്ക് കൊണ്ടുവരിക, എന്നിട്ട് അവരെ കൂടെ നിർത്തിക്കൊണ്ട് ഷാനവാസിനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ എന്നാണ് ഇവർ പ്ലാൻ. അതേസമയം ഇവർ 4 പേരും പുറത്ത് ഭയങ്കര ചർച്ചയാണ്. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം, എല്ലാവരും സ്ട്രോങ് ആയിട്ട് നിൽക്കാം, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ വാക്ക് പറഞ്ഞിട്ട് പിന്നീട് ഈ വാക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ കൂടെ നിൽക്കുന്ന ആരെ ചതിച്ചിട്ട് 3 പേർ നിന്നാലും ആ 3 പേർക്ക് നെഗറ്റീവാകും. കാര്യം ഒരാൾക്ക് വാക്ക് കൊടുത്തതാണ്. വാക്ക് കൊടുത്തിട്ട് അത് തെറ്റിച്ചാൽ നമ്മുടെ മലയാള പ്രേക്ഷകർക്ക് അതൊരു നല്ലതായിട്ട് തോന്നത്തില്ല. നമ്മുടെ മലയാളികൾ അങ്ങനെയാണല്ലോ, വാക്ക് കൊടുത്തിട്ട് തെറ്റിച്ചാൽ അത് അവരെ പിന്നെ ഇഷ്ടമേ പെടത്തില്ല. അങ്ങനെയാണ് നമ്മൾ മലയാളികൾ. അപ്പോൾ അതുകൊണ്ട് ആ ഗെയിമിന് ഇവർ നിൽക്കുമോ എനിക്ക് അറിയില്ല. കാര്യം നമുക്കൊരാൾക്ക് പ്രോമിസ് കൊടുത്തിട്ട് അത് തെറ്റിക്കുക എന്ന് പറയുന്നത് അതൊരു ഗെയിമല്ല. അതുകൊണ്ട് ഇവരിങ്ങനെ 4 പേരും ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. മറ്റുള്ളവർ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. എന്താണ് നടക്കാൻ പോകുന്നത് അറിയത്തില്ല. എന്തായാലും ഷാനവാസിനെ എടുത്ത് പൊക്കാൻ വരുമ്പോൾ ഗസേൽ തടയുന്നുണ്ട്. അത് നമ്മൾ കണ്ടു. ഇനി എന്താണ് പിന്നീടുണ്ടാകാൻ പോകുന്നതെന്ന് അറിയില്ല. എന്തായാലും ഈ ഒരു ടാസ്കിലൂടെ ഷാനവാസിനൊരു ഉണർവുണ്ടാകുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം അവിടെ കളിക്കാനും ചിരിക്കാനും വന്നതല്ല, നമ്മൾ ഗെയിം കളിക്കണം, കൂടെ നിൽക്കുന്നവർ നമ്മളെ ചതിക്കും എന്ന കാര്യം എനിക്ക് തോന്നുന്നു ഷാനവാസിന് മനസ്സിലാകും. അത് ഷാനവാസിൻ്റെ ഗെയിമിനെ ഒന്നും കൂടെ ഇമ്പ്രൂവ് ആക്കാൻ സഹായിക്കും. നല്ല രീതിയിൽ കൊണ്ടുപോയാൽ ടോപ്പ് 5 വരാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് ഷാനവാസ്. നമുക്ക് നോക്കാം ഇനി എന്താ നടക്കാൻ പോകുന്നതെന്ന്. നിങ്ങൾക്കെന്താ തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നത്.